കൊല്ലം തേവലക്കരയിൽ ഷോക്കേറ്റ് മരിച്ച വിദ്യാർത്ഥി മിഥുന്റെ സംസ്കാരം നാളെ നടക്കും. രാവിലെ 10 മുതൽ 12:30 വരെ തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ പൊതുദർശനമുണ്ടാകും. തുടർന്ന് വിലാപയാത്രയായി മൃതദേഹം വീട്ടിലെത്തിക്കും. വൈകിട്ട് 5-നാണ് സംസ്കാരം. വിദേശത്തുള്ള കുട്ടിയുടെ അമ്മ നാളെ രാവിലെ 8:30 നെടുമ്പാശ്ശേരിയിലെത്തും. അപകടം നടന്ന സ്കൂളിൽ രാവിലെ ബാലാവകാശ കമ്മീഷൻ സന്ദർശനം നടത്തി. സ്കൂൾ ഗ്രൗണ്ടിലൂടെ കടന്നു പോകുന്ന 3 ഫേസ് ലൈൻ മാറ്റാൻ നിർദ്ദേശം നൽകി. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് ബാലാവകാശ കമ്മീഷൻ അറിയിച്ചു. അതേസമയം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് തേവലക്കര സ്കൂൾ സന്ദർശിക്കും. വിവരങ്ങളുമായി സ്കൂളിൽ നിന്ന് പ്രജിത് മോഹൻ, എം മനോജ് എന്നിവർ ചേർന്നു. ആദ്യം പ്രജിത്തിലേക്ക്. പ്രജിത്ത്, ഇന്നലെ ഷോക്കേറ്റ് മരിച്ച മിഥുൻ്റെ സംസ്കാരം നാളെ നിശ്ചയിച്ചിരിക്കുന്നു. നാളെ സ്കൂളിലേക്ക് മൃതദേഹം എത്തിക്കും. വിദേശത്തുള്ള അമ്മയും നാളെ എത്തുമെന്നാണല്ലോ അറിയുന്നത്. അതുകൂടാതെ ബാലാവകാശ കമ്മീഷൻ ആ സംഭവം നടന്ന സ്കൂളുകൾ സന്ദർശിച്ചിരിക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രി അങ്ങോട്ടേക്ക് എത്തുന്നു. എന്താണ് ഏറ്റവും പുതിയ വാർത്തകൾ? പ്രജിത് മോഹൻ. വിനോദ, ഇന്ന് ഒരു പകൽ മുഴുവൻ നീണ്ട പ്രതിഷേധങ്ങളാണ് ഈ തേവലക്കര എന്ന് പറയുന്ന ഈ ചെറിയ ഗ്രാമത്തിൽ അരങ്ങേറിയത്. കാരണം ഇവിടുത്തെ അത്തരം ഒരു സമര പരമ്പരകൾ കണ്ടിട്ടുണ്ടായില്ല. ഈ മിഥുൻ്റെ മരണത്തിന് ശേഷം അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് രാവിലെ മുതൽ ആദ്യം തുടങ്ങിയത് യുവമോർച്ചയാണ്. യുവമോർച്ചയുടെ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പിന്നീട് RYF മാർച്ചും സംഘർഷത്തിലേക്ക്, ഒടുവിൽ KSUവിൻ്റെ മാർച്ച് എത്തിയപ്പോഴേക്കും അവിടെയും പ്രവർത്തകരെ നേരിടാൻ ആവശ്യത്തിന് പോലീസുകാരില്ലായിരുന്ന സാഹചര്യം. അങ്ങനെ ആകെ ഒരു സംഘർഷാവസ്ഥയായിരുന്നു ഇന്ന് ഉച്ചവരെ ഈ ചെറിയ ഗ്രാമത്തിൽ. ഈ പറയുന്ന മിഥുൻ മരിച്ച തേവലക്കര ബോയ്സ് ഹൈസ്കൂൾ അതിന് മുന്നിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അങ്ങനെ വലിയൊരു സംഘർഷഭരിതമായിട്ടുള്ള ഒരു പകലിൻ്റെ പകുതി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും ഒരു സംഘർഷത്തിനുള്ള സാധ്യത, അല്ലെങ്കിൽ ഒരു പ്രതിഷേധത്തിനുള്ള സാധ്യത തെളിയുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇവിടേക്ക് എത്തിച്ചേരുകയാണ്. അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ സ്കൂളിലേക്ക് എത്തിച്ചേരും. അതിനുശേഷം മരിച്ച മിഥുൻ്റെ വീട്ടിലും വിദ്യാഭ്യാസ മന്ത്രി സന്ദർശനം നടത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. അതുകൊണ്ട് സ്കൂളിൻ്റെ പരിസരത്ത് വലിയ പോലീസ് സന്നാഹമുണ്ട്. ഒപ്പം ഇടത് പ്രവർത്തകർ, CPM-കാരൊക്കെ ആയിട്ടുള്ള, അല്ലെങ്കിൽ LDF-ൻ്റെയൊക്കെ പ്രവർത്തകർ ഇവിടെ തടിച്ചുകൂടി നിൽപ്പുണ്ട്. അങ്ങനെ ഇതിനെതിരെ ഏതെങ്കിലും രീതിയിൽ, മന്ത്രിക്കെതിരെ ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും അത് പ്രതീക്ഷിച്ചിട്ട് അതിൽ പ്രതിരോധിക്കാൻ കാത്തു തന്നെയാണ് മറ്റ് സംഘടനകളും അല്ലെങ്കിൽ CPM സംഘടനകളും ഒക്കെ ഇവിടെ ഉള്ളത് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നതാണ്. എന്തായാലും വലിയ പ്രതിഷേധമാണ് ഇന്ന് പകൽ മുഴുവനുണ്ട്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ബാലാവകാശ കമ്മീഷൻ്റെ ഒരു ഇടപെടലാണ്. ബാലാവകാശ കമ്മീഷൻ ഇവിടെ എത്തി ആദ്യം നടത്തിയ പരാമർശം എന്ന് പറയുന്നത് ഇത് പ്രത്യക്ഷത്തിൽ തന്നെ ഒരു വീഴ്ച ഉണ്ട് എന്നുള്ളതാണ്. കാരണം KSEBക്ക്, അതോടൊപ്പം തന്നെ സ്കൂൾ മാനേജ്മെൻറ്റിന്, ഒപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഒക്കെ വീഴ്ചയുണ്ട് എന്നുള്ളതാണ് പ്രത്യക്ഷത്തിൽ ബോധ്യപ്പെടുന്നത് എന്നുള്ളത് ബാലാവകാശ കമ്മീഷൻ പറഞ്ഞിരുന്നു. ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടാകുമ്പോഴല്ല അതിന് പരിഹാരം കാണേണ്ടത്, അതൊരു ദുരന്തമുണ്ടാകുമ്പോൾ മാത്രം പരിഹാരം കാണുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകാൻ കഴിയില്ല എന്ന് അദ്ദേഹം കൃത്യമായി പറയുന്ന സാഹചര്യമുണ്ടായി. ഈ നിർമ്മാണത്തിൽ, ഈ പരിശോധനകളിൽ കൃത്യമായി നടക്കേണ്ട ചില നടപടിക്രമങ്ങളിലെല്ലാം വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ബാലാവകാശ കമ്മീഷൻ കൃത്യമായി പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹം ഇവിടുത്തെ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധികളുടെയും അധ്യാപകരുടെയും ഒരു യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അതിനുശേഷം ഇന്ന് തന്നെ ഈ പറയുന്ന ഈ കുട്ടിയുടെ മരണത്തിന് കാരണമായിട്ടുള്ള വൈദ്യുതി ലൈൻ അത് നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിക്കണം. ഇന്നലെ മരിച്ച മിഥുന്റെ വീട്ടിൽ മുൻമന്ത്രി J. മേഴ്സിക്കുട്ടിയമ്മ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. വീട് സന്ദർശിക്കുന്നുണ്ട്. എന്തായാലും സർക്കാരിൻ്റെ അനാസ്ഥ ഇക്കാര്യത്തിൽ, സർക്കാരിൻ്റെ എന്ന് പറയുമ്പോൾ KSEB, അതുപോലെ തന്നെ സ്കൂൾ അധികൃതർ എന്നിവരുടെ കടുത്ത അനാസ്ഥ മൂലമാണ് ആ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടത്. മുൻ മന്ത്രി കൂടിയായിട്ടുള്ള J. മേഴ്സിക്കുട്ടിയമ്മ ഈ വീട് സന്ദർശിക്കുന്നു. സുധീഷ് ഗോപാൽ ചേർന്നു. സുധീഷ്, നമുക്കറിയാം മിഥുൻ്റെ സംസ്കാരം നാളെ നിശ്ചയിച്ചിരിക്കുന്നു. ആ കുടുംബവും ആ നാടും വിറങ്ങലിച്ച് നിൽക്കുകയാണ്. അവർക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ആ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥി ഇത്തരത്തിൽ സ്കൂളിൽ നിന്ന് തന്നെ വൈദ്യുതാഘാതമേറ്റ് മരിക്കുന്ന ദാരുണമായ സംഭവം. അവിടെ വിവിധ രാഷ്ട്രീയ നേതാക്കൾ എത്തുന്നുണ്ട്. പക്ഷേ ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ അവർക്കൊന്നും കഴിയുന്നുമില്ല. സുധീഷ് ഗോപാൽ, തുടരാം. വിനോദം അങ്ങനെ തന്നെയാണ്. കാരണം ഇന്ന് രാവിലെ ഈ മിഥുൻ്റെ അമ്മയുടെ അമ്മ നമ്മളോട് പ്രതികരിച്ചപ്പോഴും പറഞ്ഞത്, ഞങ്ങൾ നോക്കുന്നത് പോലെ, ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് പോലെ ഈ സ്കൂൾ അധികൃതരും കുട്ടിയെ ശ്രദ്ധിക്കും എന്ന പ്രതീക്ഷയോടെയല്ലേ സ്കൂളിലേക്ക് വിട്ടത് എന്നതാണ്. ആ ഒരു പ്രതീക്ഷ, ആ ഒരു വിശ്വാസമാണ് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. കാരണം എല്ലാവിധ സുരക്ഷിതത്വവും ലഭിക്കും എന്ന പ്രതീക്ഷയോട് സ്കൂളിലേക്ക് വിട്ട ആ കുട്ടിയാണ് ഇത്തരത്തിൽ സർക്കാർ അനാസ്ഥ, സ്കൂൾ മാനേജ്മെൻറ്റ് അനാസ്ഥ, ഇതെല്ലാം കാരണം ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിലുള്ള കടുത്ത
കടുത്ത വേദനയാണ് അവർ പങ്കുവെക്കുന്നത്. അവർ പറയുന്നു NCC ചേരുന്ന ഒരു വലിയ ആഗ്രഹമായിരുന്നു, പട്ടാളത്തിൽ ചെറിയ സൈനികനാകുക എന്നതായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. അതിൻ്റെ ഒരു താല്പര്യം വെച്ചായിരുന്നു മിഥുൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആ ഒരു പ്രതീക്ഷ, അത് കുടുംബത്തിൻ്റെ കൂടെ പ്രതീക്ഷയായിരുന്നു. ആ പ്രതീക്ഷയാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇവരുടെ നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നതൊരു വലിയ സ്വപ്നമായിരുന്നു. കാരണം ഈ മിഥുൻ്റെ അച്ഛൻ മനുവിന് 10ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തേണ്ടി വന്നതാണ്. തുടർന്ന് പഠിക്കാനുള്ള സാമ്പത്തികം അവർക്കില്ലായിരുന്നു. ആ കുറവും ഇതിന് വരരുത് എന്ന് വലിയ രീതിയിൽ ഈ കുടുംബം ആഗ്രഹിച്ചിരുന്നു. ആ രീതിയിൽ എല്ലാ വിദ്യാഭ്യാസത്തിനുള്ള സംവിധാനങ്ങളും ഒരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അമ്മ സുജയും വിദേശത്തേക്ക് ജോലി തേടിപ്പോയത്. കുവൈറ്റിൽ നിന്നും തുർക്കിയിലേക്ക് മാറി തുർക്കിയിൽ ജോലി ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഈ മരണവിവരം അറിയുന്നത്. നാളെ രാവിലെ സുജ നാട്ടിലെത്തി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ രാവിലെ 8:30 എത്തും. അവിടെ നിന്നും വീട്ടിലേക്ക് എത്തും. രാവിലെ 10 മണി മുതൽ ഈ സ്കൂളിൽ പൊതുദർശനം ഉണ്ടാവുക. അത് തുടർന്ന് വിലാപയാത്രയോടെ വീട്ടിൽ മൃതദേഹം എത്തിച്ച് വൈകിട്ട് 5-ന് സംസ്കാര ചടങ്ങുകൾ നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, മന്ത്രിമാരടക്കം നിരവധി പേർ ഇവിടെ സന്ദർശനം നടത്തിയിരുന്നു. അല്പസമയത്തിനുള്ളിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും അതോടൊപ്പം തന്നെ ധനകാര്യമന്ത്രി KN ബാലഗോപാലും ഇവിടെ എത്തുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും വലിയ അനാസ്ഥ തന്നെയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിനൊക്കെ സ്കൂൾ അധികൃതരും KSCBയും സർക്കാരും ഒക്കെ മറുപടി പറഞ്ഞേ മതിയാകുകയുള്ളൂ. തേവലക്കര ബോയ്സ് സ്കൂളിലെ മിടുമിടുക്കനായ മിഥുൻ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. പക്ഷേ മിഥുൻ്റെ മരണം അത് നിരവധി ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. അനാസ്ഥയുടെ വലിയ കൂടാരമായി ആ സ്കൂൾ നിലനിൽക്കുന്നു. ഇപ്പോഴും അവിടെ നിരവധി ആളുകൾ തടിച്ചുകൂടുന്നുണ്ട്. പ്രതിഷേധങ്ങൾ വളരെ ശക്തമായി ഉയരുന്നുണ്ട്. അങ്ങോട്ടേക്ക് മന്ത്രിമാരെത്തുന്നു, ജനപ്രതിനിധികളെത്തുന്നു. പ്രതിഷേധങ്ങൾക്കും കുറവില്ല. പ്രജിത് മോഹൻ ചേരുന്നു. പ്രജിത്ത്, വിദ്യാഭ്യാസ മന്ത്രി അങ്ങോട്ടേക്ക് എപ്പോഴാണ് എത്തുക? പ്രതിഷേധം ഉയരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ മന്ത്രിയെ സംരക്ഷിക്കാൻ CPM പ്രവർത്തകർ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട് എന്ന് പ്രജിത്ത് പറഞ്ഞല്ലോ. CPMൻ്റെ നിയന്ത്രണത്തിലുള്ള സ്കൂളാണ് എന്ന് സ്കൂൾ മാനേജ്മെൻറ്റിൽ ഉൾപ്പെട്ട ആളുകൾ തന്നെ പറയുന്നുമുണ്ട്. തീർച്ചയായും വൈദ്യുതി വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകണം. പ്രതിഷേധങ്ങൾ വളരെ ശക്തമാണ്. ഇപ്പോൾ എന്താണ് സ്കൂളിലെ അന്തരീക്ഷം? പ്രജിത് മോഹനൻ. രാവിലെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ പ്രതിപക്ഷ സംഘടനകളുടെ BJP അടക്കമുള്ള KSU അടക്കമുള്ള ശിവമോർച്ച പോലെയുള്ള പ്രതിപക്ഷ സംഘടനകളുടെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെയുള്ള ഈ വലിയ ആൾക്കൂട്ടം എന്ന് പറയുന്നത് അത് ഇടത് സംഘടനകളിൽപ്പെട്ടവരാണ്. ഈ സ്കൂൾ മാനേജ്മെൻറ്റിനൊപ്പം തന്നെയും CPMൻ്റെ അനുഭാവികളും CPMൻ്റെ പ്രവർത്തകരും കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളും ഒക്കെയാണ്. എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അല്പസമയത്തിനുള്ളിൽ ഇവിടേക്ക് എത്തും. ആ ഒരു സമയത്ത് അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി തടിച്ചു കൂടിയിട്ടുള്ളവരാണ് ഇവർ. ഇതിൽ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്, CPMൻ്റെ ഉന്നത നേതാക്കളൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും രാവിലെ ബാലാവകാശ കമ്മീഷന്റെ സന്ദർശനത്തിന് ശേഷം ബാലാവകാശ കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയ വിമർശനങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ഉണ്ടായ വീഴ്ചകൾ ഓരോന്ന് എണ്ണി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് വിദ്യാഭ്യാസ മന്ത്രിയും ഇങ്ങോട്ടേക്ക് എത്തുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം ഇദ്ദേഹം വരുന്ന വഴിയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പോഴും പോലീസൊക്കെ കണക്കുകൂട്ടുന്നത്. കാരണം രാവിലെ പ്രതിഷേധങ്ങൾക്കിടയിൽ, ചില മാർച്ചുകൾക്കിടയിൽ പോലീസിന് ആവശ്യത്തിന് ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കാൻ കഴിയാത്തത് വലിയ ഒരു സുരക്ഷാ വീഴ്ചയ്ക്കൊക്കെയുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം പലപ്പോഴും പോലീസിൻ്റെ കയ്യിൽ നിന്ന് നിയന്ത്രണം വിട്ടുപോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുന്നത്തുറമ്പിലെ കോവൂർ കുഞ്ഞുമോനടക്കമുള്ളവർ ഇവിടെയുണ്ട്. ഇപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ, CPMൻ്റെ നേതാക്കളെല്ലാവരും തന്നെ ഒരു ശക്തി പ്രകടനം പോലെ വേണമെങ്കിൽ രാവിലത്തെ ഈ പ്രതിഷേധങ്ങൾക്കൊക്കെ ശേഷം അങ്ങനെ വേണമെങ്കിലും അതിനെ വ്യാഖ്യാനിക്കാവുന്നതാണ്. എന്തായാലും വലിയൊരു ആൾക്കൂട്ടം ഇവിടെയുണ്ട്. അവർ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ കാത്തു നിൽക്കുകയാണ്. ഈ റോഡിൻ്റെ ഒരു ഭാഗത്തായി വലിയ രീതിയിൽ പോലീസ് സന്നാഹവും ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ പോലെയുള്ള ഒരു സുരക്ഷാ വീഴ്ച ആവർത്തിക്കാതിരിക്കാൻ, പ്രത്യേകിച്ച് മന്ത്രിക്കെതിരെയുള്ള വലിയ പ്രതിഷേധങ്ങൾക്കൊക്കെയുള്ള സാധ്യത നിലനിൽക്കുന്നതിനാൽ ജില്ലയിലെ പല ഭാഗത്തും അങ്ങനെ തന്നെയാണ്. വലിയ പ്രതിഷേധങ്ങൾക്ക് തന്നെയാണ് തേവലക്കര സ്കൂൾ സാക്ഷ്യം വഹിക്കുന്നത്. ഒരു ഗ്രാമം ഒന്നാകെ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. സ്കൂൾ വിദ്യാർത്ഥി, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്കൂൾ വിദ്യാർത്ഥി, അവൻ നിസ്സഹായനായിരുന്നു. അവൻ കളിക്കുന്നതിനിടെ അവൻ്റെ ചെരുപ്പ് സ്കൂളിൻ്റെ മുകളിൽ പോയപ്പോൾ അത് എടുക്കാനായി ആ സ്കൂളിൻ്റെ മേൽക്കൂരയിലേക്ക് കയറുമ്പോഴാണ് അതിനെ തൊട്ടുരുമ്മി പോയിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ തൊട്ടുരുമ്മി തന്നെ ഉണ്ടായിരുന്ന വൈദ്യുതി ലൈനിൽ തട്ടി ഷോക്കേറ്റ് മരിക്കുന്ന ഗുരുതരമായ സാഹചര്യം. എന്തായാലും ഇക്കാര്യത്തിൽ നടപടികൾ ഉണ്ടായേ മതിയാകൂ എന്നുള്ള ആവശ്യമാണ് വിവിധ കോണിൽ നിന്നും ഉയരുന്നത്. പ്രതിഷേധങ്ങളും അതിൻ്റെ ഭാഗമാണ്.